ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പല്ലശ്ശേനയിലുള്ള ഒരു വാമല ഹൃദയം മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്ന ദർശനയുടെയൊക്കെയുള്ള ഒരു ടെമ്പിളിലേക്കാണ്. ഞാൻ തനിച്ചല്ല, കൂടെ ചങ്കായി ലജീഷും മിന്നു, ടീന, കഹൻ, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇതാണ് ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ആളൊരു പോസ് കൊടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം. കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട്. മിന്നു വീഴാതെ പോകണം. ഒരു വീഴത്തില്ല, കുട്ടികളാണ്, നമ്മൾക്കാണ് പേടി. അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ വന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മൾ മുകളിലേക്ക് കയറി പോകുന്നത്. കണ്ടോ, ഈ ഒരു സ്റ്റെപ്പുകൾ ഇപ്പോൾ ഇതിലിരുന്നിട്ടാണ് ദർശനയും നമ്മുടെ പ്രണവ് മോഹൻലാലും കൂടെ ഉള്ള ഒരു സീക്വൻസ് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അതുപോലെ ഒരു സീന് നമ്മൾക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നീട് പറ്റുവാണെങ്കിൽ നോക്കാം. കുട്ടികളെല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് കയറുന്നത്. അത് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വലിയൊരു കയറ്റോ അങ്ങനെയൊന്നുമില്ല. ഇതാ ടെമ്പിൾ മുകളിൽ കണ്ടു തുടങ്ങി. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വന്ന് കയറാവുന്നതാണ്. ഈവനിങ്ങോ മോർണിംഗോ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നാൽ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്. സൈഡിലേക്ക് വശങ്ങളിലേക്കും എല്ലാം മൊത്തത്തിൽ ശ്രീ മുരുകൻ്റെ ടെമ്പിളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ചുറ്റും കണ്ടോ വ്യൂസ്, നല്ല മനോഹരമായ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ആദ്യ വഴി കയറി കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ എത്തിയിട്ട് വേണം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. ഓക്കെ, ആക്ച്വലി 2 മലകളുണ്ട്. വാമല എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ നമ്മുടെ പല്ലാവൂരും പല്ലശ്ശേനയിൽ വേറൊരു മലയുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ വേറൊരു ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു തുടങ്ങി. സൈഡിലായിട്ട് വലിയൊരു വാട്ടർ ടാങ്കൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല, വാട്ടർ ടാങ്ക് തന്നെ ആയിരിക്കും. നമ്മളിവിടെ വന്ന ദിവസം ഇവിടെ ഒരു ചെറിയ പരിപാടി, നിറ എന്ന് പറയുന്നൊരു പരിപാടിയും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഇത് പുതിയ നെല്ല് വിളവെടുത്തതിന് ശേഷം ചെയ്യുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട് എന്നറിഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് വന്നു. ഇതാണ് നമ്മുടെ എൻട്രൻസ്. വളരെ ചെറിയൊരു അമ്പലമാണ്, പക്ഷെ നല്ല പീസ്ഫുള്ളായിട്ട് നല്ല ആംബിയൻസ് ഉള്ള ഒരു അമ്പലമാണ്. നോക്കൂ, പഴയ ആ ഒരു കരിങ്കല്ലിൻ്റെ ആ കെട്ടുകളൊക്കെയുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരമ്പലം. അതിന് ചുറ്റും നമുക്ക് കാണാം പാലക്കാടിൻ്റെ ഭംഗി ചുറ്റും. ശരിക്കും പാലക്കാടെന്ന് പറയുന്നതിൻ്റെ ഭംഗി നമുക്ക് ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഉള്ളൂ. എല്ലാ സ്ഥലത്തും കോൺക്രീറ്റ് ബിൽഡിങ്സും എല്ലാമായി ആ പച്ചപ്പൊക്കെ കുറഞ്ഞു തുടങ്ങി. ഓക്കെ, അതൊക്കെ അമ്പലത്തിനകത്തോട്ട് കയറാം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ സൈഡ് കണ്ടില്ലേ, ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന നിറപൂജ. പാടത്തുനിന്ന് നല്ല കതിരുകളെല്ലാം കൊയ്തെടുത്ത് കൊണ്ടുവന്ന് ആദ്യത്തെ കതിര് ഭഗവാന് സമർപ്പിച്ച് നല്ല രീതിയിൽ ഈ ഹാർവെസ്റ്റിംഗ് നടക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതൊക്കെ ഒരു വിശ്വാസമാണ് കേട്ടോ. പുതിയ നെല്ലെടുത്ത് പുന്നെല്ല് വെച്ച് നമ്മൾ അരിയാക്കി പുത്തരി കഴിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഇവിടെ ഈ ഭാഗങ്ങളിലായിട്ട് നടന്നു വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പൂജാരി ചെറിയ തേങ്ങ ഉടച്ച് അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്തു. ഇനി ഓരോരുത്തരായിട്ട് ഓരോ കറ്റ, അതിന് കറ്റ എന്നാണ് പറയുക. ഒരു ബഞ്ച് ഓഫ് കതിരിനെ ചേർത്ത് കെട്ടുമ്പോൾ കറ്റ എന്ന് പറയും. അപ്പോൾ അതിൽ സീനിയർ ആയിട്ടുള്ള ഒരാളെ വിളിക്കുകയാണ്. അതെടുത്ത് അമ്പലത്തിന് ചുറ്റും ദേവന് സമർപ്പിക്കാനാണെന്ന് തോന്നുന്നു. എനിക്കിതിൻ്റെ എക്സാക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. അതാ പൂജാരി ആദ്യം നടന്നു, രണ്ടാമത്തെ ആളും എടുത്തു, മൂന്നാമത്തെ ആൾ എടുത്തിരിക്കുകയാണ്. നിറ 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 എന്ന് പറഞ്ഞിട്ടാണ് അവർ അകത്തോട്ട് പോകുന്നത്. ഓക്കെ, മറ്റേ പാട്ടിലൊക്കെ പറയുന്ന പോലെ ഇല്ലന്നിറ വല്ലന്നിറ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ എന്തൊരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം. പക്ഷേ അമ്പലത്തിനകത്ത് ഷൂട്ട് ചെയ്യുന്നത് ഒരു നല്ല രീതി അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല. എന്നാലും
പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും ഈ അണിഞ്ഞ് പറ വെക്കാനോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷോട്ട് മാത്രം നമ്മളെടുത്തു. അവിടെ നട തുറക്കാറായി എടുത്തതാണ്. പിന്നീട് നമ്മൾ കുറച്ച് അടുത്തായിട്ട് ഒരു ഹനുമാൻ പാദം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചുമ്മാ ഒന്ന് നടന്നു പോയി. ഹനുമാൻ പാദം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വൈറ്റായിട്ട് കാണുന്നുണ്ട്, പക്ഷേ അതൊരു കുഴിയായിട്ട് തോന്നി. ആകട്ടെ, ജസ്റ്റ് ഹൃദയം മൂവി ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാണ്. ഭയങ്കര ഫെയിലിയർ ആയിരുന്നു. അഭിനയിക്കുന്നതൊക്കെ ഇത്ര കഷ്ടമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, മിന്നു ആൻഡ് കഹൻ അവർ രണ്ടുപേരെയും വെച്ചിട്ടും അതേപോലെ ഒരു ഫോട്ടോസ് എടുത്തു. നല്ല രസത്തിൽ ആ പരിപാടി കഴിഞ്ഞു. ഓക്കെ, 1-2 വട്ടവും കൂടെ കുറച്ച് ഓരോ ദൂരത്തുനിന്ന് എവിടെ നിന്നാണ് ആ ഷൂട്ട് നടന്നതെന്ന് അറിയാനായിട്ട് വേറെ പോർഷൻസ് വല്ലതും ഉണ്ടോ നോക്കാനായി ഓരോ ആംഗിളിലായിട്ട് ചെക്ക് ചെയ്തതാണ്. ഇതാണ് നമ്മളുടെ കറക്റ്റ് വ്യൂ. അമ്പലം കറക്റ്റായി കിട്ടുന്നു. ഈ സൈഡ് നമ്മൾക്ക് കുറച്ച് ക്ലിഫും മരങ്ങളും എല്ലാം കിട്ടും. അതാണ്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് രാവിലെ നേരത്തെ വരണം. പൂജ തുടങ്ങുന്നതിന് മുമ്പ്. പൂജയല്ല നമ്മുടെ മെയിൻ ഉദ്ദേശം. വന്ന് ഈ ആംബിയൻസ് ആസ്വദിക്കലാണെങ്കിൽ രാവിലെ 8 മണിക്ക് മുമ്പ് വരണം. എന്നാലേ വെയിൽ മൂക്കുമ്പോഴത്തേക്ക്, പാറയായതുകൊണ്ട് നല്ല ചൂടായിരിക്കും. വരുന്ന വഴികളൊക്കെ കുറച്ച് കൺഫ്യൂഷനാണ്, ബട്ട് സ്റ്റിൽ അതൊക്കെ പ്രോപ്പറായിട്ട് വരും. 4 വീലറൊക്കെ വരുന്ന വഴികളാണ്. നേരെ വന്നാൽ ഇങ്ങോട്ട് വരാൻ പറ്റും.